ആചാര്യൻ ആവാഹന ക്രിയകൾ ചെയ്തിരിക്കുന്ന മന്ത്രബിംബത്തെ ബ്രഹ്മസ്വരൂപമായും ആകാശാത്മകമായും ധ്യാനിച്ച് അതിനുശേഷം മനസ്സുകൊണ്ട് ബിംബത്തെയും പീഠത്തെയും അന്യോന്യം യോജിപ്പിക്കുന്നതായി സങ്കല്പിച്ച് ഒപ്പം പ്രതിഷ്ഠാമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പീഠത്തിൽ രത്നന്യാസം ചെയ്ത കുഴിയിൽ തൊട്ടിരിക്കത്തക്ക വിധം സാവധാനം പ്രതിഷ്ഠിക്കുന്നു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം. ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിയുടെ മാതൃകയിൽ ഈശ്വരന്റെ ബിംബോപാധിയോട് കൂടിയ ശരീരം പ്രതിഷ്ഠിക്കുമ്പോൾ ആചാര്യൻ ന്യാസമെന്ന നിർമ്മാണ പ്രക്രിയ കൂടി നിർവഹിക്കുന്നുണ്ട്. സൃഷ്ടിയോടുകൂടി ശരീരത്തിന്റെ വളർച്ചയോടൊപ്പം മനസ്സ്, ബുദ്ധി, വ്യക്തിത്വം, ചേതന എന്നിവയും വികസിക്കേണ്ടതുണ്ട്. ഇതിനായി ആചാര്യൻ പ്രതിഷ്ഠയിൽ കല, തത്വം,